നമസ്കാരം. ദേവസന്നിധിയുടെ സഹയാത്രികർക്ക് സ്വാഗതം. ഒരുപാട് നാളുകളായി ഒരു വീഡിയോയുമായി വന്നിട്ട്. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പോയിരുന്നപ്പോൾ എടുത്ത ഒരു ചെറിയ വീഡിയോ ആണിത്. സന്ധ്യയ്ക്കുള്ള ദീപാരാധനയും അതിനുശേഷമുള്ള അത്താഴ ശീവേലിയും ഒക്കെ കണ്ട് കുറച്ച് സമയം ക്ഷേത്രത്തിൽ ചെലവഴിക്കാൻ പറ്റി. സന്ധ്യയ്ക്കുള്ള ദീപാരാധന സമയത്ത് ക്ഷേത്രത്തിൽ നിന്നാൽ കിട്ടുന്ന ഒരു മനസ്സമാധാനമുണ്ട്. നമുക്ക് ചുറ്റും കേൾക്കുന്ന ആ മണിനാദവും കർപ്പൂരത്തിൻ്റെ ഗന്ധവും ഒക്കെ മനസ്സിന് നൽകുന്ന സന്തോഷം അത് അനുഭവിച്ച് തന്നെ അറിയണം. അതുപോലെ തന്നെയാണ് അത്താഴ ശീവേലി. ആ ചെണ്ടമേളത്തിൻ്റെ താളത്തിൽ അമ്പലത്തിന് ചുറ്റും നടക്കുമ്പോൾ മനസ്സിനുള്ളിലെ സകല സങ്കടങ്ങളും മാഞ്ഞു പോകുന്നത് പോലെ തോന്നും. ഒട്ടും പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് പോയതാണ് ഇന്നത്തെ ക്ഷേത്രത്തിലേക്കുള്ള ദർശനം. ഏറ്റുമാനൂരപ്പൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റിയ ആ നിമിഷം ശരിക്കും ഒരു ഭാഗ്യം തന്നെയായിരുന്നു. സാധാരണ ദിവസങ്ങളിൽ പോലും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ടാകാറുണ്ട്. സന്ധ്യ ആകുന്നതോടെ അമ്പലപ്പറമ്പാകെ വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങുന്ന ആ കാഴ്ച തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ശരിക്കും ആ സമയത്താണ് അമ്പലത്തിൽ ഒരു പ്രത്യേക ഊർജം അനുഭവപ്പെടുന്നത്. മണിനാദം മുഴങ്ങി ദീപാരാധനയ്ക്കായി നട തുറക്കുമ്പോൾ ചുറ്റുമുള്ള എല്ലാവരും മഹാദേവനെ വിളിച്ച് തൊഴുകൈകളോടെ നിൽക്കുകയായിരിക്കും. ദീപങ്ങളുടെ ആ വെളിച്ചത്തിൽ ഏറ്റുമാനൂരപ്പനെ തൊഴുതു നിൽക്കുമ്പോൾ മനസ്സിലെ സകല വേവലാതികളും മാറി വലിയൊരു സമാധാനം കിട്ടുന്നത് പോലെ തോന്നും. ക്ഷേത്രത്തിലെ ദീപാരാധന കഴിഞ്ഞ ഉടനെ തന്നെ പ്രധാനപ്പെട്ട ചടങ്ങായ അത്താഴ ശീവേലി ആരംഭിച്ചു. ക്ഷേത്രത്തിലെ ബലിക്കല്ലുകളിൽ ഹവിസർപ്പിക്കുന്ന ചടങ്ങാണിത്. ചെണ്ടമേളത്തിന് താളത്തിനൊപ്പം അമ്പലത്തിന് ചുറ്റും നടക്കുമ്പോൾ ശരിക്കും അതൊരു വേറെ അനുഭവം തന്നെയാണ്. രാത്രിയിലെ ശാന്തതയിൽ ആ വാദ്യമേളം മനസ്സിന് തരുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയതാണെങ്കിലും ദീപാരാധനയും അത്താഴ ശീവേലിയും ഒരുപോലെ തൊഴാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായി കരുതുകയാണ്. ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഏറ്റുമാനൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.